ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നമ്മൾ തന്നെ ഫിറ്റ് ആക്കിയാലേ പറ്റൂ. അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ പറ്റൂ. വേറെ ആരും ഇതിനായിട്ട് മുന്നിട്ടിറങ്ങില്ല. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ സെൽഫ് ഹെയർ ഹാബിറ്റ്സും സാധാരണ വീട്ടമ്മമാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെൽപ്ഫുൾ ടിപ്സുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, രാവിലെ എഴുന്നേൽക്കുക. കഴിവതും ഒരു 4-5 മണിക്കകത്ത് എഴുന്നേൽക്കാൻ നോക്കുക. എഴുന്നേറ്റതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തല നനയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മേലൊക്കെ കഴുകി നമ്മുടെ മുടിയൊക്കെ ചീകി കെട്ടി ഒന്ന് ഫ്രഷ് ആവുക. കൂടെ നമ്മൾ ചെറിയ രീതിക്കെങ്കിലും ഒരു സ്കിൻ കെയർ കൂടെ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടി ഒന്ന് ഫ്രഷായി ഒന്ന് ഒരുങ്ങിയതിന് ശേഷം നമ്മൾ കണ്ണാടിയിലൊന്ന് നോക്കിയേ, അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് തോന്നും. അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. അതിപ്പോൾ ഏത് റിലീജിയൻ ആയാലും അവരുടേതായ പ്രാർത്ഥനാ രീതികളൊക്കെ കാണുമല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ അതൊന്ന് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അതായത് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു മെഡിറ്റേഷൻ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഇല്ലാതാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറി എഴുതുക. എപ്പോഴും നമുക്കായിട്ടൊരു ഡയറി കരുതിയിരിക്കണം കേട്ടോ. ഇപ്പോൾ രാവിലെയാണെങ്കിൽ അന്ന് നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ കാണുമല്ലോ, ഇന്നത് ചെയ്ത് തീർക്കണം, ഇന്നത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറിയിൽ എപ്പോഴും കുറിച്ച് വയ്ക്കുക. അത് രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ടൈം ഇല്ലെങ്കിൽ ഇത് രാത്രി ചെയ്യുക. ഇത് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇതിൽ നിന്നൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഫിറ്റായിട്ട് വെക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യുക, നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ രീതിയിലുള്ള യോഗകളോ എക്സസൈസോ, അതിനൊന്നും പറ്റിയില്ലെങ്കിൽ ഒന്ന് നടക്കുക. ഒരു 10 മിനിറ്റ് ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് കൂടി അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ ഒരു 10 മിനിറ്റ് നടക്കുക. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് പറ്റിയൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ചായ, കാപ്പി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് ചൂടുവെള്ളം കുടിക്കാം കേട്ടോ. അതിന് പകരം ചൂടുവെള്ളം കുടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകവും ഉലുവയും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിട്ട് വെള്ളം തിളപ്പിച്ചാണ് കുടിക്കാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ചൂടുവെള്ളം കുടിക്കുക. ഇതുപോലെ പനിക്കൂർക്ക ഇട്ടോ അല്ലെങ്കിൽ ജീരകം മാത്രം ഇട്ടോ അല്ലെങ്കിൽ ചിലർ ചിയാ സീഡൊക്കെ കുതിർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ രാവിലെ ഇതുപോലുള്ള എന്തെങ്കിലും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. രാവിലെ എന്തായാലും നമ്മൾ രാവിലെ കുറച്ച് നേരം നല്ല പണി കാണും അല്ലേ, മക്കളൊക്കെ സ്കൂളിൽ വിടുന്നവരെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ വെയിറ്റ് ഗെയിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് തലേദിവസം കുതിർത്ത് വെച്ച ശേഷം പാലിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് അതൊരു ഷേക്ക് രൂപത്തിൽ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ഗെയിനൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മാത്രം മതി. ഇനി അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീട്ടിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആ ജോലി ചെയ്തിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുടിക്കുക എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒരു 3 ലിറ്റർ വെള്ളം എന്തായാലും നമ്മൾ ദിവസവും കുടിച്ചിരിക്കണം. ഇതുപോലെ ബോട്ടിൽ അടച്ച് വെച്ചിരുന്നാൽ എപ്പോഴും നമ്മുടെ കൂടെ കരുതുക കേട്ടോ. ഇപ്പം ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ബെഡ്റൂമിൽ കൊണ്ടുപോകുക. കിച്ചണിൽ തന്നെ സൂക്ഷിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ എന്തായാലും എടുത്ത് കുടിക്കും. ഇപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കലത്തിലൊക്കെയാണ് ഇരിക്കണമെങ്കിൽ മിക്കവാറും നമുക്ക് എടുത്ത് കുടിക്കാൻ മടി കാരണം നമ്മളത് ഒഴിവാക്കും കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ബോട്ടിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുടിക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. രാവിലെ തന്നെ ഒരു കറക്റ്റ് ടൈം വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ആ ഒരു കറക്റ്റ് ടൈമിന് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അധികം കഴിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ കഴിവതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്രാർത്ഥന, എക്സസൈസ്, ഫുഡ്, വാട്ടർ ഇൻടേക്ക് ഇതൊന്നും ഒരിക്കലും നമ്മൾ ഡെയിലി ആ ഒരു കറക്റ്റ് ടൈമിൽ നിന്ന് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്. ഇതെല്ലാം അതിൻ്റേതായ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യട്ടോ. അത് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വയ്ക്കരുത്.
നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇനി അടുത്ത ഒരു ടിപ്പാണ് ഫേസ് പാക്ക്. ഇപ്പോൾ നമ്മുടെ മുഖവും ബോഡിയൊക്കെ എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കുക. ഇപ്പോൾ അതിനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നോ കൂടിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കണമെന്നോ ഒന്നും പറയില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കടലമാവും തേനും കുറച്ച് കോഫി പൗഡറും കൂടെ എടുത്ത് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഏത് ഐറ്റവും നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അരിപ്പൊടിയും തക്കാളി അതുപോലെ തന്നെ പപ്പായ, നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും, ഇതെല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കിയെടുത്ത ശേഷം നമുക്കിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഡ്രൈ ആവും. അപ്പോഴത്തേക്ക് നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതുപോലെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന സൺ ടാൻ മാറാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവാനായിട്ട് ഇത് സഹായിക്കും. എന്തായാലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഹെയർ കെയറിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. താളി, കുറച്ച് ചെമ്പരന്തി ഇലയും കുറച്ച് വേപ്പിലയും കുറച്ച് തുളസി ഇലയും കൂടെ ഇട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇത് എന്തായാലും വീക്കിലി 2 പ്രാവശ്യം നിങ്ങളിത് ചെയ്യണം കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ താരനൊന്നും ഉണ്ടാകാതിരിക്കാനും നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ പോകുന്നതിന് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എന്തായാലും നല്ല ചൂടും പൊടിയൊക്കെയാണ് ഈ സമയത്ത്, എപ്പോഴും മുടിയിൽ അഴുക്ക് കേട്ടോ അല്ലേ. അപ്പോൾ ഇതുപോലെ താളി ഉണ്ടാക്കി എടുത്തതിന് ശേഷം നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ ഒന്ന് കുറച്ച് അതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ എന്തായാലും ഒരു ഓയിൽ മസാജ് കൊടുക്കണം. ഇപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ആണെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ഉപയോഗിച്ച് നമുക്കൊരു ഹെഡ് മസാജ് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ ഹെഡിനൊക്കെ നല്ലതാണ്. ഈ ഹെഡ് മസാജ് കൊടുക്കുന്നത് നമ്മുടെ ഹെയറിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മെൻ്റലി നല്ലൊരു ഫീൽ ഉണ്ടാവാൻ ഈ ഹെഡ് മസാജ് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും വീക്കിലി 2 ദിവസം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമുക്ക് ഫേസിലും ബോഡിയിൽ ഫുള്ളായി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഓയിൽ ബോഡിയിലൊക്കെ ഫേസിലും ഒരു ഓയിൽ മസാജ് ചെയ്യുന്നതും നിങ്ങൾക്ക് വീക്കിലി 2 പ്രാവശ്യം എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനത് എന്താണ് അതിലൊക്കെ ചേർത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ നെയിലൊക്കെ കാലിലെ ആയാലും കൈയുടെ ആയാലും നെയിലൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. കൈയും കാലും ഒക്കെ എപ്പോഴും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കഴിവതും നെയിൽ പോളിഷ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മുടെ നെയിൽ പെട്ടെന്ന് കേടാവും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നെങ്കിൽ മാത്രം നമ്മൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുക. ശേഷം വന്നതിന് ശേഷം റിമൂവർ ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല എന്ന മനോഭാവം ആദ്യം മാറ്റണം കേട്ടോ. അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന മനോഭാവം ആദ്യം മാറ്റുക. എത്രയൊക്കെ തിരക്കുണ്ടായാലും നമ്മളെ ഹെൽത്തും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ എപ്പോഴും ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളെ ബോഡിക്ക് അതാണ് നല്ലത്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യാതിരിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാതിരിക്കുക. അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും കേട്ടോ. ഇനിയൊരു ടിപ്പാണ്, കഴിവതും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴുകിയിട്ട് കിടക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമ്മുടെ കാലും കൈയൊക്കെ ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം കിടക്കാം കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ ചെറുപയർ പൊടിയോ കൊണ്ട് നമ്മുടെ ഫേസൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ലോഷനോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള, ഇപ്പോൾ ഇന്നത് തന്നെ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ നമ്മുടെ സ്കിൻ കെയറിന്
എന്താണോ ഉള്ളത് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ ഒരിക്കലും മുടി പിരുത്തിട്ട് കിടക്കരുത് കേട്ടോ. നമ്മൾ ഉറങ്ങുമ്പോൾ ഒരിക്കലും നമ്മുടെ മുടി പിരുത്തിട്ട് കിടക്കരുത്. നമ്മുടെ മുടി ഒരുപാട് ഡാമേജ് ആവും. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ മുടി നല്ലതുപോലെ പൊക്കി കെട്ടിയതിന് ശേഷം മാത്രം കിടക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രം കിടക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ബോഡി ലോഷൻ ഉണ്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ലോഷൻ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കാലിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ കയ്യിലൊക്കെ എന്തായാലും സോക്സ് കാണും അല്ലേ. അപ്പോൾ സോക്സ് ഉപയോഗിച്ചതിന് ശേഷം കിടക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലാക്കുന്നതിന്, ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലാക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഉറക്കം ശരിയാവാത്ത രീതി, അതൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് ഈ ഒരു സോക്സ് ഉപയോഗിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കാലിലുണ്ടാകുന്ന സ്ക്രാച്ച് അത് ഒരു പരിധി വരെ മാറാനായിട്ട് ഈ ഒരു ടിപ്പ് സഹായിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കറിയാലോ യൂസ്ഫുൾ ആണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയുള്ള ഒരു ടിപ്പാണ് ബുക്സ് റീഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിവതും നേരത്തെ ഉണരാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യുക, നേരത്തെ കിടന്നുറങ്ങുക. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നമ്മുടെ ഉറക്കം എന്തായാലും പോകും കേട്ടോ. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഉണരാനായിട്ട് ഒരു ടിപ്പ്. ഇപ്പോൾ മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പൺ ചെയ്താൽ നമ്മൾ അതിൽ തന്നെ നോക്കി ടൈം പോകുന്നത് അറിയില്ല. അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പാണ് ബുക്സ് റീഡിങ് കേട്ടോ. കഴിവതും ഈ ഒരു ടൈം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ബുക്സുകളൊക്കെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നോവൽസോ ബുക്സോ ഒക്കെ ഇതുപോലെ വായിച്ചതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും പറ്റും. ഇനി ഒരു ടിപ്പാണ് പ്രാർത്ഥന. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നേ നമ്മൾ എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക കേട്ടോ. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കില്ലേ, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ പ്രാർത്ഥിച്ചിന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ, മിക്കുള്ളവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എങ്കിലും ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇടാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.